സിന്ദൂരം. രചന ആതിര വിഷ്ണു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്നെ വേണ്ടാഞ്ഞിട്ടാണോ? ചുണ്ടുകൂട്ടി പിടിച്ച് കരച്ചിലടക്കിയാണ് ചോദ്യം. ശക്തി വേഗം കണ്ണു തുറന്ന് അവൾ നോക്കി. എന്താടി കരയാന് മാത്രം എന്താ? ആ ശബ്ദം ഒന്ന് ഉയർന്നു പോകുക കൂടി ചെയ്തു. അവന്റെ പുറത്തേക്ക് മുഖം അമർത്തി വെച്ച് കിടന്ന് കരഞ്ഞു പോയവൾ ശക്തിയുടെ ഉള്ളമൊന്ന് തുടിച്ചുപോയി. തന്റെ ചെറിയ മൗനം പോലും അവളെ വേദനിപ്പിക്കുന്ന തരത്തിൽ താൻ അവളുടെ മനസ്സ് കീഴടക്കിയെന്ന് അവന് മനസ്സിലായി. ആ നിമിഷമുള്ളിൽ തോന്നിയ ആഹ്ലാദത്തിന് പരിധികളില്ലാതെയായി. മതി, ഇനി കരഞ്ഞ എടുത്ത് നിലത്തേക്കിടും ഞാൻ. ശബ്ദമില്ലാതെ അലർന്നവനെ കാണി അല്പം നോവിച്ചുകൊണ്ട് തന്നെ അവന്റെ പുറത്ത് പല്ലുകൾ ആഴ്ത്തി കടിച്ചവൾ ശക്തിയുടെ കണ്ണുകൾ അടയ്ക്കുന്നതിനൊപ്പം കൈയുടെ മുഷ്ടി ചുരുണ്ടു. ഒരു കൈയാൽ അവൾ വലിച്ച് ബെഡിലേക്ക് ഇട്ടുകൊണ്ട് അവൻ അവൾക്ക് മുകളിലേക്ക് അമർന്നു. ചുവന്നു തുടങ്ങിയ അവളുടെ മുഖം, കണ്ണുകളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഇന്ന് അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ചുവന്ന ഞരമ്പുകൾ. വേണ്ടെന്ന് വെച്ച് അടങ്ങിയതാ ഞാൻ. നാളെ മുതൽ കോളേജിൽ പോകണം, നേരത്തെ എഴുന്നേൽക്കണമെന്ന് കോർത്ത് ക്ഷമിച്ചതാ. അപ്പൊ നീ ആയിട്ട് തന്നെ നന്നാവാൻ സമ്മതിക്കില്ല. എനിക്ക് നല്ലവനെ വേണ്ട. മുഖത്ത് നോക്കാതെയാണ് അവളുടെ പറച്ചിൽ. ശക്തിയുടെ ഉള്ളമൊന്ന് കുളിർന്നു. തണുത്ത കാറ്റ് വീശുന്നത് പോലൊരു അനുഭൂതി. പിന്നെ നിനക്ക് എങ്ങനെയുള്ളവനാ ഇഷ്ടം? ശക്തി ഒന്നുകൂടി അവളിലേക്ക് അടുത്തു. ഗൗരി തീർത്തും മൗനമായി. പറയൂ ഗൗരി, നീ ആഗ്രഹിക്കുന്ന ഞാൻ എങ്ങനെയാ? കാതിലേക്ക് അവന്റെ മുഖം അമർന്നു. ആ ശ്വാസം പതിക്കുന്നിടമെല്ലാം പൊള്ളുന്നത് പോലെ ശരീരം ഒന്നനങ്ങാൻ പോലും കഴിയാതെ അവന്റെ കീഴിൽ ഞെരിഞ്ഞമർന്നുപോയി. ഗൗരി, എനിക്കെന്റെ ഭ്രാന്തനെ വേണം. അവന്റെ ഭ്രാന്ത് മുഴുവൻ അറിയണം. വീണ്ടും എന്തോ ചോദിക്കാൻ ഒരുങ്ങിയവന്റെ നാവിനെ പൂർണ്ണമായും അവളുടെ വാക്കുകൾ പിടിച്ചു കിട്ടി. ഹൃദയം എന്തിനോ വിങ്ങി. അവന്റെ അനക്കമൊന്നും അറിയാതെ അവൾ കണ്ണു തുറന്നു നോക്കിയതും ആ ചുണ്ടുകളൊന്നാകെ അവളെ പൊതിഞ്ഞു. കൈകൾ അവനെ ചുറ്റി വരിയുന്നതിനൊപ്പം അവളുടെ കണ്ണുകൾ വീണ്ടും കൂമ്പി. തീവ്രമായ ഒരു ചുംബനം കൈകൾ അവളിൽ ഒന്നാകെ അലഞ്ഞുകൊണ്ട് അവൻ അവളെ ചുംബിച്ച് തളർത്തി. നാളെ മുതൽ ക്ലാസ് തുടങ്ങും. നീ തിരക്കാവും. എനിക്ക് ജോലിക്ക് പോകണം. ചുണ്ടിൽ നിന്നൊന്ന് വേർപെട്ട് പറയുന്നതിനൊപ്പം അവന്റെ കൈയും വിരലുകളും ഒരുപോലെ അവളുടെ ഉടലിൽ അലഞ്ഞു. തടയാനാവാതെ ഒരു ചെറുകിതപ്പോടെ അവനെ കാതോർത്ത് കിടന്നവൾ. കാത്തിരിക്കാനോ സമ്മതം ചോദിക്കാനോ ഒന്നും ഞാനിനി ഒരുക്കമല്ല ഗൗരി. എനിക്ക് നിന്നെ വേണം. തോളിൽ നിന്നിട്ടിരിക്കുന്ന ബനിയം വലിച്ചു മാറ്റുന്നതിനൊപ്പം പറയുന്നവനെ അവൾ തടഞ്ഞില്ല. നഗ്നമായി കാണുന്ന ചുമലിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചൊന്ന് ചുംബിച്ചവൻ കൂട്ടിപ്പിടിച്ച് അവളുടെ ചുണ്ടുകൾ അല്പം ഒന്ന് വിടർന്നു പോയി. ഹൃദയം എന്തിനോ താളം തെറ്റുന്നു. വല്ലാതെ പിടച്ചുകൊണ്ട് അതിൻ്റെ ഇണയെ തേടുന്ന പോലെ അവന്റെ ചുണ്ടുകളും പല്ലുകളും നാവും ഒരുപോലെ അവളിൽ മത്സരിച്ചു. ഭ്രാന്ത് പിടിച്ചതുപോലെ തന്നിൽ അലയുന്നവനെ പിടിച്ചു നിർത്താൻ അവൾക്കായില്ല. അവളിൽ നിന്ന് അടർത്തി മാറ്റുന്ന ഓരോന്നും നിലത്ത് പൂക്കളം തീർത്തു. റൂമിന്റെ മഞ്ഞ വെളിച്ചത്തിൽ യാതൊന്നിന്റെയും അറിയില്ലാതെ കാണുന്ന അവളുടെ ഉടലിലെ ഓരോ അണുവിലേക്കും അവന്റെ കണ്ണുകൾ പാഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ പെണ്ണേ, എനിക്ക് വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് സമയമെടുത്ത നിന്നെ അങ്ങേര് സൃഷ്ടിച്ചത്. വഷളൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ജീൻസിന്റെ ബെൽറ്റ് വലിച്ചൂരുന്നവനെ കാണാൻ ഗൗരി മുഖം പൊത്തി പിടിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു. അവൻ ചിരിക്കുന്നതും അല്പസമയത്തിനുള്ളിൽ വീണ്ടും തന്നിലേക്ക് ചേരുന്നതുമൊക്കെ ഒരു പിടച്ചിലോട് അവൾ അറിഞ്ഞു. നീയാ പറഞ്ഞത് എന്നെ വേണമെന്ന്, എന്റെ ഭ്രാന്ത് അറിയണമെന്ന്. നമുക്കൊന്നിച്ചറിയാം ഗൗരി. ഐ നീഡ് യുവർ ഹെൽപ്പ്. അവളെ തിരിച്ചു കിടത്തി വീണ്ടും ആ പെണ്ണിലേക്ക് അമരുമ്പോൾ വന്യമായി അവൻ മുരണ്ടു. അവന്റെ നോട്ടത്തിലും ഭാവത്തിലും എല്ലാം അവൾ അവനിൽ അടിമപ്പെട്ടു. ശരീരമൊന്നാകെ കത്തിപ്പടരുന്ന മറ്റൊരു വികാരത്തിൽ വീണ്ടും ചുണ്ടുകൾ തമ്മിൽ ഒന്നു ചേർന്നു. ആ നിമിഷം തന്നിലേക്ക് പൂർണ്ണമായും അമർന്നു ചേർന്നവനെ അവളുടെ കാലുകൾ അറിയാതെ ചുറ്റി വരിഞ്ഞു. കിതപ്പിലും വിയർപ്പിലും അവന്റെ ശരീരം അവളിൽ ചലിച്ചു തുടങ്ങി. ശരീരം വിറകൊള്ളുന്നതും വല്ലാത്തൊരനുഭൂതി സ്വന്തമാകുന്നതും തളർന്നു പോകുന്നതും അവൾ അറിഞ്ഞു. ഒടുവിലെപ്പോഴോ ബോധം മറിഞ്ഞ കണ്ണുകൾ അടയുമ്പോൾ അറിഞ്ഞിരുന്നു. കിതപ്പോടെ മാറിലേക്ക് മുഖമമർത്തി തളർന്നു പോയവനെ വീണ്ടും അവൻ നൽകിയ 1000 ചുംബനങ്ങളെ. ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അലാമിന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഗൗരി പിന്നെ പിറ്റേന്ന് കാലത്ത് കണ്ണു തുറക്കുന്നത്. ആദ്യമൊന്നും വലിയ ബോധം വീണില്ലെങ്കിലും കൈയും കാലും നനക്കാനാവാതെ വന്നതും ഗൗരിയുടെ മുഖം ചുളിഞ്ഞു. ഒപ്പം ഉടലിനെ പൊതിയുന്ന വേദനയും. ഏതോ ഓർമ്മയിൽ മുഖം ചരിച്ച് പതിയെ നോക്കിയതും നഗ്നമായ തന്റെ ചുമലിലേക്ക് മുഖം വെച്ച് കിടന്നുറങ്ങുന്നവനെ കാണെ അവളുടെ മിഴികൾ വിടർന്നു. ഒന്നും അറിയാത്ത ഉറക്കമാണ്. ഒരു കൈയും കാലും കൊണ്ട് തന്നെ വരിഞ്ഞു മുറുക്കി അടക്കി പിടിച്ചുകൊണ്ടുള്ള മയക്കം. ശരീരത്തിന്റെ പകുതിയും തനിക്ക് മുകളിലാണ്.
അതാണ് മേൽവേദനയും അനങ്ങാൻ കഴിയാത്തത്. എന്നാലും അടക്കി വെക്കാൻ കഴിയാത്ത വിധം ഒരു സ്നേഹം തോന്നിപ്പോയവൾക്ക്. ദേഷ്യത്തിരി കൂടുതലുണ്ടെങ്കിലും സ്നേഹിച്ചാൽ നക്കിക്കൊല്ലും, വെറുപ്പിച്ചാൽ കുത്തിക്കൊല്ലും എന്നുള്ള സ്വഭാവമാണ്. മെല്ലെ അവനെ നെറുകയിൽ ചുംബിച്ചവൾ, ഒട്ടുമേ അവനെ നോവിക്കാതെ. ഇനിയും കിടന്നാൽ ഒത്തിരി വൈകുമെന്ന് തോന്നിയതും ഗൗരി പതിയെ അവന്റെ കൈക്കുള്ളിൽ നിന്നിറങ്ങി മാറാൻ നോക്കി. ഉടുമ്പ് പിടിച്ചതുപോലെ കിടക്കുന്നവനൊന്ന് അനക്കാൻ പോലും അവൾക്കായില്ല. വേദ്, എണീക്കണം, ഇന്ന് കോളേജിൽ പോകണ്ടേ? ഉറക്കത്തിന്റെ ആലസ്യതയിലൊന്നും മുരണ്ടുകൊണ്ട് അവളിൽ നിന്നും പിടിയയച്ചു കൊടുത്തവൻ. ഗൗരി ഒരുവിധം നിരങ്ങി നീങ്ങി ഇന്നലെ വലിച്ചെറിഞ്ഞ ബനിയൻ ഫ്രോക്ക് കൈയെത്തിച്ച് എടുത്തിട്ടു. അഴിഞ്ഞുലഞ്ഞു പോയ മുടിയൊന്നാകെ വാരിക്കെട്ടിക്കൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. ഇപ്പുറം സുഖമായിട്ട് ഉറങ്ങുന്നവളെ കണ്ണു ചിമ്മാതെ നോക്കി കിടക്കുകയായിരുന്നു മഹി. രാത്രി അവൾ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റ് പോയതായിരുന്നു അവനും. അവളെ കടിച്ചു കീറിയ നായ്ക്കളെ കാണാൻ ആ ഓർമ്മയിൽ മഹിയുടെ മുഖം വലിഞ്ഞു മുറുകി. 2 ദിവസത്തേക്ക് തനിക്ക് വിട്ടുതന്നാണ് ശക്തി അവരെ, കൊല്ലരുതെന്നുള്ള കണ്ടീഷൻ മാത്രം. ഇന്നലെ രാത്രി ചെല്ലുമ്പോൾ 3നും ബോധമില്ല. പിടിച്ചോടി വരുമ്പോൾ കൊത്തിവെച്ചിരുന്ന ഡ്രഗ്സിന്റെ മയക്കം. അതുകൊണ്ട് തന്നെ ആ നായിന്റെ മക്കളെ വെറുതെ ചെന്നൊന്ന് കണ്ട് മടങ്ങിപ്പോരേണ്ടി വന്നു. ബോധമില്ലാതെയല്ല അവരെ വേണ്ടത്, പൂർണ്ണ ബോധത്തിൽ തന്നെ കിട്ടണം 3നെയും. തന്റെ പെണ്ണനുഭവിച്ച വേദന മുഴുവൻ അതിലും ഇരട്ടിയായി അനുഭവിച്ചതന്നെ അറിയണം അവർ. അതിനുവേണ്ടി ഹോസ്പിറ്റലിൽ 2 ദിവസത്തെ അവധി കൂടി എടുത്തു. ഇനിയുള്ള ചികിത്സ അവർക്കാണ്. ജീവൻ രക്ഷിക്കാൻ പ്രതിജ്ഞ എടുത്തവൻ ജീവനെടുക്കാൻ തുനിഞ്ഞിറങ്ങുന്നു. മഹിയുടെ മുഖം തീർത്തും വന്യമായിരുന്നു ആ നിമിഷം. താത്വിക പരിവേഷം നൽകിയവന്റെ മുഖം ക്രൂരമായി. അവന്റെ നോട്ടം വീണ്ടും അടുത്ത് കിടക്കുന്നവളിലേക്ക് ചെന്നതും അവന്റെ മുഖത്ത് പ്രണയവും വാത്സല്യവും നിറഞ്ഞു. മെഡിസിൻ ഇപ്പോഴും എടുക്കുന്നതുകൊണ്ട് അതിന്റെ മയക്കമാണ് അവൾക്ക്. ഉറങ്ങിയാൽ പിന്നെ ഇടക്കൊന്നും ഉണരില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ താൻ പോയതോ തിരിച്ചു വന്നതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. എന്നാലും അടുത്ത് കിടന്നപ്പോൾ തന്റെ വിരൽ തുമ്പിലൊന്ന് തൊട്ട് വെച്ചിരുന്നവൾ അത്രയും സ്നേഹത്തോടെ ആ കയ്യിൽ അവനും കൈ ചേർത്ത് പിടിച്ചു. കുറച്ചു നേരം കൂടി കഴിഞ്ഞു പോയതും അച്ചുപതിയെ എഴുന്നേൽക്കാൻ ഒരുങ്ങി. കണിമച്ചിമാതെ നോക്കി കിടക്കുന്നവനെ കാണെ നേർത്തൊരു പുഞ്ചിരി മാത്രം അവന് നൽകി. എപ്പണീറ്റു? പതിയെ ചോദിച്ചുകൊണ്ട് അവൾ ബെഡിൽ നിന്ന് നിലത്തേക്ക് ഇറങ്ങി. കുറച്ചു നേരമായി, വേറെ റെഡിയായിക്കോ, കോളേജിൽ പോകാനുള്ളതല്ലേ? മായി പറഞ്ഞത് വാഷ്റൂമിലേക്ക് കയറാൻ തുടങ്ങിയവൻ ഒരു നിമിഷം അവിടെ തന്നെ നിന്നു. മറന്നുപോയിരുന്ന ആ കാര്യം എല്ലാം ഒരു സ്വപ്നം പോലെ. അച്ചു, എന്തു പറ്റി? പെട്ടെന്ന് ആൾ അവിടെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ നിൽക്കുന്ന കണ്ടതും അവൻ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് ഇതൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചേയല്ല. ഇതൊന്നും സ്വപ്നമല്ല എൻ്റെ കുട്ടിയെ, ഇതാണ് ഇനിയുള്ള നിന്റെ ജീവിതം. കഴിഞ്ഞു പോയതല്ല ഉറക്കത്തിൽ എപ്പോഴേക്കോ കണ്ടു തീർത്ത ദുസ്വപ്നങ്ങൾ മാത്രമാണ്. ചിരിയോടെ പറയുന്നതിനൊപ്പം അവിടെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ തുടച്ചു കൊടുത്ത് മൂർധാവിലായി കൈവച്ചു നിറഞ്ഞൊന്നും പുഞ്ചിരിച്ചവൾ. ദേ, ഈ ചിരിയാ എൻ്റെ ഈ പാവം മുയൽ കുഞ്ഞിന് ചേരുന്നു. പോയി കുളിച്ച് ഫ്രഷായിട്ട് വാ. മായി അവളുടെ കവിളിൽ തട്ടി പറഞ്ഞുണ്ടാകുന്ന മാറിയതും ഒരു നിമിഷം അങ്ങനെ നിന്നുകൊണ്ട് അവളും ബാത്റൂമിലേക്ക് കയറി. ശ്വാസം മുട്ടും പോലെ ചുംബിച്ച് തളർത്തുന്നവനെ തടയാനാവാതെ അവന്റെ ശരീരത്തിനടിയിൽ ഞെരിഞ്ഞമർന്നുപോയി ഗൗരി. ചത്തുപോകുമെന്ന് തോന്നിയ നിമിഷം സർവ്വശക്തിയും എടുത്ത് അവളൊരു തള്ളു വെച്ചു കൊടുത്തു. ബെഡിലേക്ക് മറന്ന് വീണുകൊണ്ട് അവനും കിതച്ചുപോയി. കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയത് ഗൗരിക്ക് ഓർമ്മയുള്ളൂ. കാറ്റുപോലെ എന്തോ പാഞ്ഞു വന്ന് ചുഴറ്റിയെടുത്ത് പിന്നെ ബെഡിലേക്ക് വീണു. ഇന്നലത്തെ ഹാങ് ഓവറാ, തൽക്കാലം സഹിച്ചോ. കിതപ്പോടെ ഉയർന്നു താഴ്ന്ന മാറിലേക്ക് മുഖം അമർത്തി വെച്ച് ചുംബിച്ചുകൊണ്ട് ശക്തി പറഞ്ഞതും അവന്റെ മുടിയിൽ കൊരുത്തു വലിച്ചു മാറ്റാൻ നോക്കി അവളും തോറ്റുപോയി. ഇനിയും വേണം ഗൗരി, ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. ചിരിയും ദേഷ്യവുമൊന്നുമില്ലാത്ത അവന്റെ ആ ഭാവത്തിൽ അവളൊന്ന് വിറച്ചു. മുഖം കുനിച്ച് വീണ്ടും അവൻ ചുണ്ടിലേക്ക് അടുക്കുന്നതും ശ്വാസത്തിൽ പ്രണയം കലരുന്നതും അവൾ അറിഞ്ഞു. പോയിക്കോ, പോയി റെഡിയായിക്കോ, ആദ്യത്തെ ദിവസം തന്നെ ലേറ്റാക്കണ്ട. അവളിൽ നിന്ന് അകന്നു മാറി എഴുന്നേറ്റ് ഗൗരി കുളിച്ച് വിരിച്ചിട്ട് ടവലും എടുത്തുകൊണ്ട് അവൻ ബാത്റൂമിലേക്ക് പോയി. പിന്നെയും ഇത്തിരി നേരം കൂടി കിടന്നിട്ടാണ് അവൾ എഴുന്നേറ്റത്. സിമ്പിളായിട്ടുള്ള കോട്ടൺ അനാർക്കലി എടുത്ത് ധരിച്ച് മുടി കുളിപ്പിന്നിൽ കെട്ടുമ്പോഴേക്കും ശക്തി കുളിച്ചു വന്നു. അവനെയും നോക്കിക്കൊണ്ട് കണ്ണുമെഴുതിയൊരു പൊട്ടും തൊട്ട് നെറ്റിയിൽ ചെറുതായി സിന്ദൂരവും തൊട്ടു. കണ്ണാടിയിൽ കൂടെയെല്ലാം കാണുന്നുണ്ടെങ്കിലും അവനൊന്നും പറഞ്ഞില്ല. ഒരു സേഫ്റ്റിക്ക് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ, അവൾ തന്നെയാണ് എന്നുള്ളതിൻ്റെ ലേബലിൽ. യൂണിഫോം എടുത്ത് ധരിക്കുന്നതിനൊപ്പം അവനൊരു ചിരിയോടെ ഓർത്തു. മൈ 2 ദിവസം ലീവാണ്, നിങ്ങളവൻ കൊണ്ടുവിടും. ക്ലാസ് കഴിയുമ്പോൾ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരികയും ചെയ്യും. പിന്നെ എന്തോർത്ത പോലെ അവൻ ഷൂ ലേസ് കെട്ടിക്കഴിഞ്ഞ് ഷെൽഫിൻ്റെ അടുത്തേക്ക് നടന്നു. അത് തുറന്നൊരു ബോക്സ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ഇത് ഫോണാണ്, സിം അതിലുണ്ട്. എൻ്റെ മൈയുടെ നമ്പർ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം. തനിച്ചെങ്ങും പോകരുത്, പ്രത്യേകിച്ച് കോളേജിന് പുറത്തേക്ക്. ഗൗരവത്തോടെയാണ് പറയുന്നെങ്കിലും അതിലെല്ലാം അവളോടുള്ള കരുതൽ മുന്നിട്ട് നിന്നിരുന്നു. ഫോൺ കയ്യിലേക്ക് വാങ്ങി പിടിച്ചുകൊണ്ട് അവൻ ഇമച്ചിമാതെ നോക്കി നിന്ന് ഗൗരി. ഗൗരി, ശക്തി വിളിച്ചതും ഒന്നും പറയാതെ അവനെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചവൾ. ഈ കാണിക്കുന്ന സ്നേഹത്തിനും പ്രണയത്തിനുമൊക്കെ അർഹതയുണ്ടോ എന്ന് പോലും അറിയില്ല.
അതുപോലെ അവന് തിരിച്ചു നൽകാൻ ഈ ജന്മമല്ലാതെ മറ്റൊന്നും തൻ്റെ കയ്യിലില്ല. മനസ്സിലായി പറഞ്ഞുകൊണ്ട് അവിടെ ചുണ്ടുകൾ അവൻ്റെ നെഞ്ചിൽ പലതവണ അമർന്നു. എനിക്ക് നിന്നെ ഇന്നും വേണം ഗൗരി. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല, മരിക്കാനും. നമുക്കിനി ഒന്നിച്ച് ജീവിച്ച് ഒന്നിച്ച് മരിക്കാം. എൻ്റെ സ്വാർത്ഥതയാ നീ എൻ്റെ മാത്രമായിരിക്കണം എന്നുള്ള സ്വാർത്ഥത, വാശി. എനിക്ക് ഈ ഭ്രാന്തനെ മതി. എന്നും എന്നെ ഇങ്ങനെ സ്നേഹിച്ചാൽ മതി. നിന്നെ വിട്ട് എനിക്കും ഇനിയൊരു ലോകമില്ല. മുമ്പുള്ള ജീവിതത്തിൽ പ്രതീക്ഷകളോ ആഗ്രഹങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. ജീവിക്കണമെന്ന് പോലും ഇല്ലായിരുന്നു. മരിക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ട് ജീവിച്ചു. പക്ഷെ ഇപ്പോൾ മരിക്കാൻ എനിക്ക് പേടിയാണ്. ജീവിക്കാനാണ് ഇഷ്ടം, ഈ ഭ്രാന്തൻ്റെ കൂടെ. അതിന് മറുപടിയായി അവനൊന്നും പറഞ്ഞില്ല. അവളിപ്പോൾ കേൾക്കുന്നുള്ള മനസ്സ് അവനുമുണ്ട്. ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും അനുഗ്രഹം കൂടി വാങ്ങിച്ചിട്ടാണ് അച്ഛനും ഗൗരിയും പുറത്തേക്ക് ഇറങ്ങിയത്. ശക്തിയുടെ ഒഫീഷ്യൽ വാഹനം വന്നിട്ടുണ്ട്. 2 ദിശയിലേക്കാണ് ഇരുവർക്കും പോവേണ്ടത്. മറിച്ചായിരുന്നെങ്കിൽ ആദ്യ ദിവസം അവളെ തനിച്ചാക്കില്ലായിരുന്നു. കയറി രണ്ടാളും ലേറ്റ് ആവണ്ട, മായി പറഞ്ഞുകൊണ്ട് കാറിലേക്ക് കയറിയതും അച്ചു പുറകിലെ ഡോറ് തുറന്ന് കയറി. അവൾക്കൊപ്പം തന്നെ ഗൗരിയും ശക്തിയെ നോക്കി കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞ് കയറാൻ ഒരുങ്ങിയതും ഗേറ്റിന് മുന്നിലായി ഒരു ഓട്ടോ വന്ന് നിർത്തിയത് ഒന്നിച്ചായിരുന്നു. 4 പേരുടെയും ശ്രദ്ധ ഒരുപോലെ അവിടേക്കായി. അമ്മ. ഓട്ടോയിൽ നിന്നും കയ്യിലൊരു ബാഗുമായി ഇറങ്ങി വരുന്ന ഗീതയെ കാണെ ഗൗരി പതിയെ പറഞ്ഞു. എവിടേക്കോ പോവാൻ തയ്യാറായി നിൽക്കുന്ന ഗൗരിയെ അച്ചുവിനെയും കാണെ ഗീതയുടെ മുഖമൊന്ന് ചുളിഞ്ഞു. എന്നും താൻ തയ്ച്ചു കൊടുക്കുന്ന വസ്ത്രങ്ങൾക്ക് പകരം ധരിച്ചിരിക്കുന്ന വില കൂടിയ വസ്ത്രങ്ങളും മറ്റും കാണെ ഗീതയുടെ മുഖത്ത് വല്ലാത്ത ദേഷ്യവും അസ്വസ്ഥതയും നിറഞ്ഞെങ്കിൽ പോലും അത് മറച്ചുവെച്ച് സ്വതവേയുള്ള വാത്സല്യം കലർന്ന ചിരിയോടെ അവർ ഗൗരിക്കടുത്തേക്ക് നടന്നു. അവരെ കണ്ടത് അച്ചുവും മഹിയും കാറിൽ നിന്നിറങ്ങി. ഗീതയുടെ നോട്ടം മഹിയിലും ശക്തിയിലും ഒരുപോലെ ചെന്ന് നിന്നു. പേരിന് പോലും ചിരിയില്ലാത്ത മുഖമാണ് ശക്തിയുടെ. മഹിയുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി കാണും. ഒരാൾക്ക് ആരിരുമ്പാണെങ്കിൽ മറ്റവൻ മെഴുകുപോലെയാണെന്ന് അവർക്ക് തോന്നി. അമ്മേ. ഗൗരി അവരെ വിളിച്ചുകൊണ്ട് അടുത്തേക്ക് ചെന്നു. അവരൊരു ചിരി വരുത്തി അവളെ ചേർത്ത് പിടിച്ചു. കഴിഞ്ഞ 18 വർഷമായി അഭിനയിച്ചു കൂട്ടുന്നതുകൊണ്ട് ഇത്തരം സാഹചര്യങ്ങളൊന്നും അവർക്ക് പുത്തരിയല്ല. പലപ്പോഴും ശ്രീദേവി തമ്പുരാട്ടിയുടെ ചൂരലിന് മുന്നിലേക്ക് അവൾ ഇട്ടുകൊടുക്കുന്നത് താൻ തന്നെയായിരുന്നു. പക്ഷെ അവളുടെ കണ്ണിൽ ഇന്ന് അവൾക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മ തന്നെയാണ് താൻ. അല്ലെങ്കിൽ അവളെ താൻ നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. മറ്റുള്ളവർ നോവിക്കുന്ന ഒരു നിർവൃതിയോടെ കണ്ടു നിന്നിട്ടുണ്ട്. മോളെ, അമ്മയോട് ക്ഷമിക്ക്. നീ അനുഭവിച്ച ഒന്നും അമ്മ അറിഞ്ഞില്ല. ഒരു വാക്ക് നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും രുദ്രന് മുന്നിലേക്ക് ഞാൻ നിന്നെ ഇട്ടു കൊടുക്കില്ലായിരുന്നു. അമ്മയെ നിനക്ക് വിശ്വാസമില്ലായിരുന്നോ കുട്ടി? നിനക്ക് വേണ്ടി ജീവിക്കുന്നതിന് നീ എന്നെ മറന്നുപോയോ? കരഞ്ഞുകൊണ്ട് ചോദിക്കുന്ന അമ്മയെ കാണെ ഗൗരിയുടെ കണ്ണ് നിറഞ്ഞു. ശരിയാണ്, അമ്മയെ കുറ്റപ്പെടുത്താൻ എനിക്ക് കഴിയില്ല. എത്രയോ വട്ടം ചോദിച്ചിരിക്കുന്നു തൻ്റെ പ്രശ്നം എന്താണെന്ന്. ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. അത്രയും പേടിയായിരുന്നു രുദ്രേട്ടനെ. താനെല്ലാം പറഞ്ഞാൽ അമ്മ രുദ്രേട്ടനെ എതിർക്കും. അങ്ങനെ വന്നാൽ അമ്മയെപ്പോലും രുദ്രേട്ടൻ വെറുതെ വിടില്ല. എൻ്റെ അവസ്ഥ പേടിയായിരുന്നു അമ്മ. എനിക്ക് അമ്മയെ അച്ഛനെ എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ രുദ്രേട്ടനെ അഭിയേട്ടനെ പോലെ കണ്ടിട്ടുള്ളൂ. ശരിക്കും അഭിയേട്ടനോടുള്ള അടുപ്പം പോലും രുദ്രേട്ടനോട് കാണിച്ചിട്ടില്ല. അത്രയും പേടിയായിരുന്നു. അതാ ഒന്നും പറയാഞ്ഞേ. സങ്കടം കൊണ്ട് ഗൗരിക്ക് വാക്കുകൾ പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല. രുദ്രനിലേക്കുള്ള അവളുടെ ഏറ്റവും വലിയ തടസ്സവും അതുതന്നെയായിരുന്നു. ഏട്ടനെ പോലെ കണ്ട ഒരാൾ പെട്ടെന്നൊരു ദിവസം ശരീരത്തിൽ ആധിപത്യം സ്ഥാപിക്കുന്നു, പ്രണയമാണെന്നൊക്കെ പറയുന്നു. എങ്ങനെ അംഗീകരിച്ചു കൊടുക്കും? എതിർക്കാൻ പേടിയായിരുന്നു അവൾക്ക്. നിസ്സഹായമായ തൻ്റെ അവസ്ഥയെ ചൂഷണം ചെയ്ത ഒരാൾ മാത്രമായി അന്നും ഇന്ന് രുദ്രനെ അവൾ കണ്ടിട്ടുള്ളൂ. ഒപ്പം തനിക്ക് ചുറ്റുമുള്ള പ്രിയപ്പെട്ടതിനെയെല്ലാം വേദനിപ്പിക്കുന്നു. അച്ചുവിനെങ്കിലും വിവാഹം എന്ന ജയിലിലേക്ക് ഇട്ടുകൊടുക്കാതെ പഠിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ സ്നേഹിച്ചു പോയേനെ അവന്. ഉള്ളിൽ നാമ്പിട്ട് അവൻ്റെ തന്നെ ജീവനെ ഇല്ലാതാക്കാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ മരിക്കേണ്ടി വന്നാൽ പോലും ഗൗരിയുടെ കഴുത്തിൽ മറ്റൊരാളുടെ താലി വീഴില്ലായിരുന്നു. രുദ്രന് പിഴവുകൾ സംഭവിച്ചതും അവിടെയാണ്. സാരമില്ല, കഴിഞ്ഞ ഒന്നിനെ എൻ്റെ മോൾ ഓർക്കേണ്ട. നിന്നോടും കൂടിയാ മോളെ. അടുത്തു നിൽക്കുന്ന അച്ചുവിനെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഗീത പറഞ്ഞതും അവൾ അപ്പച്ചിയുടെ മാറിലേക്ക് ചാഞ്ഞു. മൈക്ക് ഗീതയുടെ ഒരുപാട് ബഹുമാനം തോന്നി. സ്വന്തം അമ്മ പോലും അച്ചുവിനോട് ഈ കരുതൽ കാണിച്ചിട്ടുണ്ടാവില്ല. അതൊന്ന് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ നേരിട്ട് ബോധ്യം വന്നതാണ്. ഗർഭിണിയായ മകളെ പീഡിപ്പിച്ച അവർക്ക് പറ്റിയൊരു അബദ്ധമാണെന്ന് ആ ഓർമ്മയിൽ പോലും മൈ പല്ലുകടിച്ചു പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.